ന്യൂസ് ടൈംസ് നേരത്തെ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് സൂചിപ്പിച്ച് വോട്ടർമാരെ സ്വാധീനിക്കുന്ന നിരവധിയായ വിഷയങ്ങൾ, അതിൽ ശബരിമല ബാധിക്കുന്ന മണ്ഡലങ്ങളുണ്ട്, FCR ബാധിക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ട്. നമ്മൾ FCR ബാധിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തൃത്താലയിലേക്ക് വളരെ പെട്ടെന്ന് പരിശോധിക്കുമ്പോൾ ഈ തൃത്താലയിൽ ഇത്തരം വിഷയങ്ങൾ, അതായത് വിശ്വാസ വിഷയങ്ങളെക്കാൾ ഒക്കെ ഉപരിയായി വികസന വിഷയം പ്രധാനമായും ചർച്ച ചെയ്യുന്നുണ്ട്. വികസന സംവാദത്തെ ചൊല്ലിയാണ് അവിടെ ഈ സ്ഥാനാർത്ഥികൾക്കിടയിലെ വാക്പോര്. ഗോദയിൽ സംവാദത്തിന് കാത്തിരിക്കുന്നു എന്നായിരുന്നു MP രാജേഷ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിനൊപ്പം സംവാദത്തിന് തയ്യാറാകാത്ത മുഖ്യമന്ത്രിയാണോ MP രാജേഷ് എന്റെ പേരിൽ ഉന്നമിടുന്നത് എന്ന് ചോദിക്കുകയാണ് VT ബൽറാം. സാധാരണ നമ്മളൊക്കെ പ്രോഗ്രസ് റിപ്പോർട്ട് ആരും കാണാതെ വെക്കാറാണ് പതിവ്. ആ പ്രോഗ്രസ് റിപ്പോർട്ട് മുന്നിൽ വെച്ചിട്ട് വരൂ ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞ് വിളിച്ച ആത്മവിശ്വാസം അതെവിടെ കിട്ടി? അത് ചെയ്തതുകൊണ്ട് വർക്ക് ചെയ്തതിൻ്റെ ആത്മവിശ്വാസമാണ്. 5 കൊല്ലം ജനങ്ങളെ ഏൽപ്പിച്ച ജോലി അങ്ങേയറ്റം ആത്മാർത്ഥമായി ചെയ്തതിൻ്റെ ആത്മവിശ്വാസമാണ് തൃത്താല ഹാപ്പിയാണ് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കാൻ ധൈര്യം നൽകുന്നത്. അതോടൊപ്പം ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വെക്കാനും വരൂ, എൻ്റെ 5 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും നിങ്ങളുടെ 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും തമ്മിൽ നമുക്ക് താരതമ്യമാവാം എന്ന് വിടാതെ പിന്തുടർന്ന് പറയാനും ആത്മവിശ്വാസം നൽകിയത്. മാർച്ച് 15-നാണ് ഞാൻ ആദ്യം വിളിച്ചത്. വളരെ വിനീതമായിട്ടാണ് ക്ഷണിച്ചത്, വെല്ലുവിളിയൊന്നും ആയിട്ടായിരുന്നില്ല. സംവാദം നടക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. വെല്ലുവിളിക്കാൻ പോയാൽ അതൊരു പ്രകോപനമാവരുത് എന്നതുകൊണ്ട് ഞാൻ അതിനൊന്നും പോയില്ല. അദ്ദേഹം പ്രതികരിച്ചില്ല. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടു, 24 മണിക്കൂറായി ഞാൻ കാത്തിരിക്കുകയാണ് ഈ സംവാദത്തിന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്ഷണം ഔദ്യോഗികമല്ല, ഔദ്യോഗികമായി രേഖാമൂലം ക്ഷണം കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് സമ്മതിക്കട്ടെ. ഒരു ചതിയായിപ്പോയി. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ തലയിലും കൊണ്ടുപോയിട്ട് അവനവന് രക്ഷപ്പെടാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിനെ തള്ളിയിടുന്ന ഒരു പരിപാടിയായിപ്പോയി. എന്നിട്ടും അദ്ദേഹം തയ്യാറായിട്ടില്ല. അപ്പോൾ അത് ഇപ്പോൾ എക്സ്പോസ്ഡ് ആണല്ലോ ആളുകളുടെ മുമ്പിൽ. പിന്നീട് അദ്ദേഹം തീർച്ചയായിട്ടും പിന്നീട് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു, എൻ്റെ രണ്ടാമത്തെ 5 വർഷം കൂട്ടരുത്, എന്നാൽ ഞാൻ ചർച്ചയ്ക്ക് വരാം. ആദ്യത്തെ 5 വർഷം മാത്രം എനിക്കാണെങ്കിൽ ചർച്ചയ്ക്ക് വരാം. ഞാൻ പറഞ്ഞത് ഉപാധികളില്ലാത്ത ചർച്ചയാണ്, ഒരു ഉപാധിയില്ല. അപ്പോൾ 10 വർഷം MLA ആയിരുന്ന ഒരാൾക്ക് 10 വർഷം അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറയാൻ ആത്മവിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അത്തരം ഒരാളെ ആളുകൾ തിരഞ്ഞെടുക്കുന്നതിൽ എന്താണ് കാര്യം? ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞു, ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ളത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. അതിനാണ് സംവാദം. നിങ്ങൾ ചെയ്ത കാര്യം നാട്ടുകാരറിയട്ടെ, അറിയിക്കാനുള്ള അവസരമാണ്. ഞാൻ ചെയ്ത കാര്യം അതും അറിയാനും അറിയിക്കാനുമുള്ള അവസരമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പറയുന്നതൊക്കെ തെറ്റാണ് എന്ന് വിശ്വാസമുണ്ടെങ്കിൽ എന്നെ പൊളിച്ചെടുക്കാൻ കിട്ടുന്നൊരു സുവർണാവസരം ദയവായി വിനിയോഗിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തോട് അപേക്ഷിക്കരുത്, എന്നെ ഒന്ന് പൊളിച്ചെടുക്കാൻ കിട്ടുന്ന അവസരം ഒന്ന് ദയവായിട്ട് ഉപയോഗിക്കും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പം ഇത് വെറുതെ ഉണ്ടാവുന്നതൊന്നുമല്ല, 5 കൊല്ലം എല്ലും മുറിയെ പണിയെടുത്തിട്ടുണ്ട്. ഏത് തരം സംവാദത്തിനും തയ്യാറാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ സംവാദത്തിന് വെല്ലുവിളിച്ചിരുന്നു. മുഖ്യമന്ത്രി ഡിസംബർ മാസം മുതൽ ഇതുവരെ അതിന് തയ്യാറായിരുന്നില്ല. എന്നിട്ടിപ്പോൾ അദ്ദേഹം തയ്യാറാണ് എന്നൊരിക്കൽ പറഞ്ഞു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, എന്നാൽ സ്ഥലവും തീയതിയും നിശ്ചയിച്ചോളൂ, ഞാൻ അങ്ങോട്ട് വരാമെന്ന്. അപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ്, ഇല്ല, ഞാൻ ഫേസ്ബുക്കിൽ മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഈ ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്നെയൊക്കെ അധിക്ഷേപിക്കാൻ വേണ്ടി ഇവരെ CPM ഉണ്ടാക്കുന്ന ഒരു സ്ഥിരം പരിഹാസമാണ്. ഞാൻ ഫേസ്ബുക്കിൽ മാത്രമേ ഉള്ളൂ, ഫേസ്ബുക്കിൽ തള്ളാനേ അറിയുള്ളൂ, ഫേസ്ബുക്കിലുള്ള തർക്കത്തിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവരുടെ മുഖ്യമന്ത്രിയാണ് നേരിട്ടുള്ള സംവാദത്തിൽ നിന്ന് ഓടി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദം നടക്കുന്നില്ല എങ്കിൽ പോലും ഇവിടെ MP രാജേഷ് വന്ന് സംവാദത്തിന് വിളിക്കുമ്പോൾ VT ബൽറാം ധൈര്യത്തോടെ ആ സംവാദത്തിന് തയ്യാറാകുമ്പോഴല്ലേ, അതിൽ സംവാദത്തിനല്ലേ വിളിക്കുന്നത്, വേറൊന്നിനും അല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹം കഴിഞ്ഞ 5 വർഷത്തിൽ 4.25 വർഷം ഇവിടെ ഇല്ല. എന്നിട്ട് അവസാനം 2 മാസം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി അദ്ദേഹം കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ചില സിനിമയൊക്കെ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ അണിയറ പ്രവർത്തകർ ചില മനഃപൂർവ്വ വിവാദം ഉണ്ടാക്കുമല്ലോ. അതുപോലെ അദ്ദേഹത്തിൻ്റെ വീണ്ടും ഒരു ലാൻഡിങ്, അതിനുവേണ്ടി അദ്ദേഹം വെല്ലുവിളിയും പ്രകോപനവും ഒക്കെ നടത്തി കുറേ വികസനം എന്ന് പറഞ്ഞ ആളുകളുടെ അനുഭവമല്ലേ. ഇതാണ് തൃത്താലയിലെ സാഹചര്യം എന്നതാണ്. ഇപ്പോൾ MG രേണുക തന്നെ ചേരുന്നുണ്ട്. രേണുക, നേരത്തെ നമ്മൾ പരിശോധിച്ചത് ഈ തെരഞ്ഞെടുപ്പിലുടനീളം ചർച്ചയാകുന്ന പല വിഷയങ്ങൾ. അതിലിപ്പോൾ ഏറ്റവും കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഈ ഡീൽ എന്ന ആരോപണമാണ്. പിന്നീട് ശബരിമല പോലെയുള്ള വിഷയം, ഏറ്റവും ഒടുവിൽ FCR എത്തി നിൽക്കുന്നു, വയനാടിലെ പുനരധിവാസം, അങ്ങനെ നിരവധിയായ വിഷയങ്ങളുണ്ട്. ഇപ്പോഴിതാ ഈ വികസന വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചാരണമാണ് LDF
തുടക്കം മുതൽ മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരം സംവാദങ്ങൾക്കും ചർച്ചകൾക്കുമുള്ള വെല്ലുവിളികൾ നടക്കുന്നു. ഒരു ഘട്ടത്തിൽ ആ വെല്ലുവിളി സ്വീകരിക്കുമ്പോൾ പിന്നീട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം അറിയാം. അത് FBയിലൂടെ എന്നതൊക്കെയാണ് അത്തരം വെല്ലുവിളികൾ എന്നതൊക്കെ. അതൊക്കെ പലരാണല്ലോ ഹാൻഡിൽ ചെയ്യുക. ഈ നേതാക്കളല്ല എന്നത് നമുക്കറിയാം. നേതാക്കളുടെയൊക്കെ സോഷ്യൽ മീഡിയ മറ്റു പല ആളുകളും ഒക്കെയാണ് അതിൽ PR ഏജൻസികൾ പോലും ഹാൻഡിൽ ചെയ്യുന്ന FB അക്കൗണ്ടുകൾ ഉണ്ടാകാം. അതെന്തുമാകട്ടെ, ഇവിടെ ഇതാ ഏറ്റവും ശക്തമായ പോരാട്ടം, അതായത് കേരള രാഷ്ട്രീയത്തിലെ 2 യുവ തുർക്കികൾ എന്ന് തന്നെ പറയാവുന്നവർ ആണല്ലോ ഏറ്റുമുട്ടുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ ചിത്രം? ഏത് നിലയിലാണ് മണ്ഡലത്തിലെ പ്രചാരണങ്ങൾ പുരോഗമിക്കുന്നത്? അഭിലാഷ്, അങ്ങേയറ്റം ശക്തമായ മത്സരമാണ് തൃത്താലയിൽ നടക്കുന്നത്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് മറ്റ് പലയിടങ്ങളിലും ചർച്ചയാകുന്ന വിഷയങ്ങളല്ല, വികസനത്തിലൂന്നി ഉള്ള ഒരു പ്രചരണം, അതാണ് തൃത്താലയിൽ നമ്മൾ കാണുന്നത്. അതിൽ സംവാദത്തിന് ക്ഷണിച്ച് ഞാൻ ഗോദയിൽ കാത്തിരിക്കുകയാണ്, എവിടെ BT ബൽറാം എന്നതാണ് MP രാജേഷ് നമ്മളോട് ചോദിച്ചത്. അത് ബൽറാമിലേക്ക് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദം ആദ്യം നടക്കട്ടെ എന്ന് പറയുന്നു. തൻ്റെ ആത്മവിശ്വാസം എന്നത് ഈ 5 വർഷം മണ്ഡലത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്, അത് എല്ലുമുറിയെ പണിയെടുത്തുണ്ടാക്കിയ ആത്മവിശ്വാസമാണ് എന്നതാണ് MP രാജേഷ് പറയുന്നത്. അതായത് പ്രോഗ്രസ് റിപ്പോർട്ട് വെക്കാനുള്ള ആത്മവിശ്വാസം, അത് പണിയെടുത്തതിൻ്റെ ആത്മവിശ്വാസമാണ് എന്ന് MP രാജേഷ് പറയുന്നു. തന്നെ പൊളിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം BT ബൽറാമിന് കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് അത് ഉപയോഗപ്പെടുത്താത്തത്? അത് ഉപയോഗപ്പെടുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ സെന്റൻസിലും BT ബൽറാമിനുള്ള ഒരു വെല്ലുവിളി, അത് ആത്മവിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന വെല്ലുവിളിയാണ് എന്നാണ് MP രാജേഷ് പറയുന്നത്. ആ രീതിയിലുള്ള ഒരു വെല്ലുവിളി UDF സ്ഥാനാർത്ഥിക്ക് മുന്നിൽ വെൽക്കുകയാണ് LDF സ്ഥാനാർത്ഥിയായ MP രാജേഷ്. നമുക്കറിയാം, കഴിഞ്ഞ 2021 അതിശക്തമായ മത്സരം നടന്ന മണ്ഡലമാണ് തൃത്താല. അങ്ങനെ LDF പിടിച്ചെടുത്ത മണ്ഡലമാണ്. അത് നിലനിർത്താനുള്ള വലിയ പോരാട്ടമാണ് LDF കാഴ്ചവെക്കുന്നത്. അതേസമയം മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നതാണ് UDFന്റെ ആവശ്യം. അവിടെ UDFും ശക്തമായി തന്നെ ഇഞ്ചോടിഞ്ച് പ്രചരണ രംഗത്തുണ്ട്. നമ്മൾ തൃത്താല മണ്ഡലത്തിലുടനീളം നോക്കിയാൽ ഈ ക്യാപ്ഷനുകളിൽ പോലും വലിയ രീതിയിലുള്ള മത്സരമാണ് നടക്കുന്നത്. തൃത്താലയ്ക്ക് ബെസ്റ്റ് BT ബൽറാം എന്ന് പറയുമ്പോൾ കാര്യം നടക്കണമെങ്കിൽ MP രാജേഷ് വേണം, MP രാജേഷാണ് ബെസ്റ്റ് എന്നതാണ് MP രാജേഷിന്റെ ക്യാമ്പ്, LDF ക്യാമ്പിന്റെ പോസ്റ്റർ. അങ്ങനെ പോസ്റ്റർ യുദ്ധം പോലും നമുക്ക് കാണാം. എന്തായാലും എല്ലാ പ്രചരണങ്ങളും ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഈ വികസനത്തിൽ തന്നെയാണ്. വികസനത്തിൽ ആരാണ് മുന്നിൽ? BT ബൽറാമിന്റെ 10 വർഷമുണ്ട്. ആ 10 വർഷം എടുത്തോളൂ, എൻ്റെ 5 വർഷം അതിനേക്കാൾ മെച്ചം എന്നതാണ് MP രാജേഷ് പറയുന്നത്. അതേസമയം BT ബൽറാം ഇതുവരെ സംവാദത്തിന് തയ്യാറാകുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. ആ സംവാദം പല കാരണങ്ങൾ പറഞ്ഞ് മാറ്റിവെക്കുകയാണ്. അദ്ദേഹം നമ്മളോട് പറയുമ്പോൾ തന്നെ പറയുന്നു, ലാൻഡിങ്ങിന് വേണ്ടി MP രാജേഷ് നടത്തുന്നതാണ്, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേജിലേക്ക് എന്നെ വിളിക്കുകയാണ്, അതല്ല എൻ്റെ പ്രചരണ രീതി. ഞാൻ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ചെയ്തത് എന്തെന്ന് ജനങ്ങളുടെ മുന്നിലുണ്ട്, ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹം എണ്ണമിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനേക്കാൾ വലിയൊരു ലിസ്റ്റ് MP രാജേഷിന്റെ കയ്യിലുണ്ട്. MP രാജേഷും ആ ലിസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ വികസനത്തെ ചൊല്ലിയുള്ള ഈ സംവാദം നടക്കുകയാണ്. രണ്ടുപേരും ചൂണ്ടിക്കാട്ടുന്നത് BT ബൽറാം പ്രതിപക്ഷ നേതാവിൽ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് MP രാജേഷ് പറയുമ്പോൾ മുഖ്യമന്ത്രി സംവാദത്തിന് തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രി ഫേസ്ബുക്ക് സംവാദത്തിനേ ഉള്ളൂ. അങ്ങനെ ഒളിച്ചോടുകയാണ് മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയാണോ MP രാജേഷ് ലക്ഷ്യമിടുന്നത് എന്ന ഒളിയം പെയ്യുകയാണ് BT ബൽറാം ചെയ്യുന്നത്. ആ രീതിയിൽ ശക്തമായി ഈ സംവാദത്തിന്റെ പേരിൽ ആരാണ് വികസനത്തിന്റെ കാവലാൾ എന്ന പേരിലുള്ള ശക്തമായ മത്സരം നടക്കുന്നു. BJP ശക്തമായ സാന്നിധ്യമായി മണ്ഡലത്തിലുണ്ട്. V ഉണ്ണികൃഷ്ണനാണ് ഇത്തവ BJPയുടെ സ്ഥാനാർത്ഥി. ശക്തമായ ഒരു സാന്നിധ്യം ഉറപ്പുവരുത്തുന്നു. അതിനപ്പുറം UDF LDF നേർക്കുനേർ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തൃത്താല. കഴിഞ്ഞ തവണ BT ബൽറാമിനെ തോൽപ്പിക്കുക എന്നത് ഒരു അഭിമാന പ്രശ്നമായി LDF കണക്കാക്കിയിരുന്നു. ആ രീതിയിൽ തന്നെയുള്ള ശ്രദ്ധ തൃത്താല മണ്ഡലത്തിലുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ 2021 വളരെ മെച്ചമാണ്, അനുകൂലമാണ് എന്നതാണ് MP രാജേഷ് ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരവും മറ്റ് സാഹചര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാണ്, ഈ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന വലിയ ആത്മവിശ്വാസം BT ബൽറാമിനെ സംബന്ധിച്ചുണ്ട്. ഇനി ചുരുക്കം ദിവസങ്ങളേ ഉള്ളൂ. അതിനു മുൻപ് സംവാദം നടക്കാൻ സാധ്യതയില്ല എന്നതാണ് തോന്നുന്നത്. എന്തായാലും ആ കുഴിയിലേക്ക് വീഴാനില്ല എന്ന ഒരു നിലപാടാണ് BT ബൽറാമിനെ സംബന്ധിച്ചുള്ളത്. പക്ഷേ സംവാദത്തിന്റെ പേരിൽ ഫേസ്ബുക്കിൽ ഇപ്പോൾ നടക്കുന്നത് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലാണ്. ഒളിച്ചോടിയിരിക്കുന്നു UDF സ്ഥാനാർത്ഥി എന്ന ഒരു പ്രചരണമാണ് MPR ക്യാമ്പിൽ നിന്ന് ഉയരുന്നത്. അത് ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അഭിലാഷ്, തീർച്ചയായും എന്തായാലും കാലഘട്ടം മാറുമ്പോൾ ജനങ്ങളെ സ്വാധീനിക്കുന്ന മീഡിയകളിലും മാറ്റമുണ്ടാകുന്നു. ഇന്നിപ്പോൾ നവമാധ്യമങ്ങൾ വലിയൊരു ശതമാനം വരെ വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.